ഫ്രാൻസിസ് മാർപ്പാപ്പായെ എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം അദ്ദേഹം ഒത്തിരി സന്തോഷം നിറഞ്ഞ വ്യക്തിയാണ്. സന്തോഷം ലോകത്തിന് പകർന്നു കൊടുക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തെ കേൾക്കാനും ഒക്കെ എന്തേലും ജനങ്ങളാണ് വത്തിക്കാനിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ ലോകത്തിന് ഒരു പുതിയ ദർശനം കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കത്തോലിക്ക സഭയുടെ ഏറ്റവും പ്രകാശമാനമായ ഒരു മുഖം അദ്ദേഹം വെളിപ്പെടുത്തി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കൊച്ചു കൊച്ചു വാചകങ്ങൾ, ശൈലികൾ ഇതെല്ലാം ലോകപ്രശസ്തമായി മാറി. അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു വാക്ക് ആനന്ദം എന്നുള്ളതാണ്. നീ ക്രിസ്ത്യാനിയായിരിക്കുകയും ദുഃഖിച്ച് ജീവിക്കുകയും ചെയ്യാൻ നിനക്ക് അവകാശമില്ല. ഏതെങ്കിലും ഒന്ന് മതി. നീ ക്രിസ്ത്യാനിയാണെങ്കിൽ സന്തോഷമായിട്ട് ജീവിക്കണം. അങ്ങനെ സന്തോഷമായി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, അതാണ് ക്രൈസ്തവികതയുടെ അനന്യതയെന്നൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തിയ ഒരു മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹം വന്നിട്ട് വലിയ വ്യത്യാസങ്ങൾ വരുത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രൈസ്തവ പ്രബോധനങ്ങളിലൊന്നും അടിസ്ഥാനപരമായി വ്യത്യാസങ്ങൾ വന്നിട്ടില്ല. പക്ഷേ അത് അവതരിപ്പിക്കുന്ന രീതി കുറച്ചുകൂടെ പ്രസാദാത്മകമായി, കുറച്ചുകൂടെ കരുണയോടെ, സ്നേഹത്തോടെ, ഈ ലോകത്തെ വിധിക്കാനല്ല, മറിച്ച് ലോകത്തെ അനുധാവനം ചെയ്യാനാണ് താൻ പരിശ്രമിക്കുന്നത് എന്ന സന്ദേശം നൽകിക്കൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തെ ലോകത്തിൽ അവതരിപ്പിക്കുകയാണ് ഫ്രാൻസിസ് പാപ്പ. അദ്ദേഹം അർജന്റീനക്കാരനാണെന്ന് നമുക്കറിയാം. 1936 ഡിസംബർ 17 ജനിച്ച ഹോർഹെ മാരിയോ ബെർഗോളിയോ എന്ന ഫ്രാൻസിസ് പാപ്പ സാധാരണ ജീവിതത്തെ പരിചയപ്പെട്ട് ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ്. തെരുവുകളിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ കൂടെ ജീവിച്ച് അവരുടെ സ്പന്ദനങ്ങളൊക്കെ മനസ്സിലാക്കി ഈശോ സഭയിൽ ചേർന്ന് സന്യാസിയായി. പിന്നീട് ഈശോ സഭയുടെ സുപ്പീരിയറും അവരുടെ പ്രൊവിൻഷ്യലുമൊക്കെയായി, മെത്രാനായി, കർദിനാളായി, ഒടുവിൽ മാർപ്പാപ്പയായി. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ വാക്കുകളും മനുഷ്യന് വളരെ ലളിതമായി ജീവിക്കുവാൻ, അവൻ്റെ ഭാരപ്പെടുത്തുന്ന മനസ്സൊക്കെ ലഘുവാക്കുവാൻ ഉപകരിക്കുന്നതാണ് എന്ന് നമ്മൾ ഇതിനകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം വൈദികരോട് സംസാരിക്കുമ്പോൾ എപ്പോഴും പറയും, നിങ്ങൾ ആടുകളുടെ മണമുള്ള ഇടയന്മാരായിട്ട് മാറണം. കാരണം ആടുകളെ ഭരിക്കാനോ നയിക്കാനോ അടിക്കാനോ ഒന്നുമല്ല നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്, അവരെ വളർത്താൻ വേണ്ടിയിട്ടാണ്. ആടുകളെ വളർത്തുന്ന ഇടയൻ, ആടുകളുടെ മണമുള്ള ഇടയൻ, അവരുടെ ബുദ്ധിമുട്ടുകളും വേദനകളും അറിയുന്ന ഒരു ഇടയനായിട്ട് മാറണമെന്ന് വൈദികരോട് അദ്ദേഹം പറയുന്നു. അതുപോലെ കുടുംബ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ 3 വാക്കുകളാണ് കുടുംബ ജീവിതത്തിൽ എപ്പോഴും ഉയർന്നു കേൾക്കേണ്ടത് ഒരു വീട്ടിൽ. ഒന്ന്, ഞാനൊന്ന് പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ ഞാനത് ചെയ്തോട്ടെ എന്നുള്ള ആ ഒരു ശൈലി. ഞാനിത് ചെയ്യാൻ പോവാം, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം എന്നുള്ളതിനേക്കാളും എനിക്കിങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് കേട്ടോ എന്നുള്ളൊരു രീതിയിൽ മേ ആയ് എന്നുള്ള ഒരു ശൈലി. രണ്ടാമത്, നമ്മുടെ കുടുംബങ്ങളിലെ സംഭാഷണങ്ങളിൽ എപ്പോഴും ഉയർന്നു വരേണ്ട ഒന്ന് താങ്ക്സ് എന്നുള്ള വാക്കാണ്. നന്ദി കേട്ടോ. ഭക്ഷണം ഉണ്ടാക്കുന്നതിന് അമ്മയ്ക്ക് നന്ദി പറയുമോ മക്കൾ? പറഞ്ഞൊന്ന് തുടങ്ങിക്കേ, കുറച്ചും കൂടെ സ്നേഹം വരും. ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു കഴിയുമ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവ് നന്ദി പറയുമോ? ഇല്ലെങ്കിൽ ഒന്ന് പരിശീലിച്ച് നോക്കൂ, തീർച്ചയായിട്ടും വ്യത്യാസങ്ങളുണ്ടാവും. ഭർത്താവ് അധ്വാനിച്ച് പണം ഒക്കെ കൊണ്ട് തരുമ്പോൾ നന്ദി എന്നൊന്ന് പറയാൻ സാധിക്കുമെങ്കിൽ എന്തേലും വ്യത്യാസമായിരിക്കും. അപ്പോൾ പരസ്പരം നന്ദി പറയുന്ന ഒരു സമൂഹമായി, വ്യക്തികളുടെ സമൂഹമായി മാറണം കുടുംബം. മൂന്നാമത്തെ വാക്ക് അദ്ദേഹം പറയുന്നത് സോറി, ക്ഷമിക്കണം കേട്ടോ, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഞാൻ പറഞ്ഞത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും, എൻ്റെ പെരുമാറ്റം നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് ക്ഷമിക്കണം. അപ്പോൾ വളരെ എളിമയോടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ചെയ്തോട്ടെ എന്നുള്ള ഒരു ശൈലി. രണ്ടാമത് നന്ദി പറയുന്ന ഒരു ശൈലി. മൂന്നാമത് ക്ഷമ ചോദിക്കുന്ന ഒരു ശൈലി. ഈ 3 ശൈലികളായിരിക്കണം കുടുംബ സമ്പർക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറേണ്ടതെന്ന് പരിശുദ്ധ പിതാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു സിനഡ് പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചു. അതിൽ അദ്ദേഹം പറയുന്നത് ദൈവേഷ്ടം ഏതാണെന്ന് വിവേചിച്ചറിയാൻ
പരമാവധി ആൾക്കാരോട് അഭിപ്രായം തേടണം. പെരിഫറിയിലുള്ളവരോട്, അതിരുകളിലുള്ളവരോടും ചോദിക്കണം, മാറ്റി നിർത്തപ്പെട്ടവരോട് ചോദിക്കണം. കാരണം പരിശുദ്ധാത്മാവ് ആരെയാണ് പ്രചോദിപ്പിക്കുന്ന അറിയില്ല. എന്ന് വെച്ചാൽ എല്ലാവരെയും ആദരവോടെ കരുതണം. എല്ലാവരുടെയും സംസാരത്തിന്, സംഭാഷണങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം എന്ന് പഠിപ്പിക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. മാർപ്പാപ്പയുടെ ജീവിതം തന്നെ നമുക്ക് വളരെയേറെ പ്രചോദനാത്മകമാണ്. അദ്ദേഹം പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്തൊക്കെ അദ്ദേഹം നമുക്കെന്നും സമീപസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളിലൂടെ, അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങളിലൂടെ. ആ സമയത്താണല്ലോ നാം എല്ലാം സഹോദരർ എന്ന അപ്പസ്തോലിക ലേഖനം അദ്ദേഹം എഴുതിയത്. പിന്നീട് അദ്ദേഹം നടത്തുന്ന വിദേശ യാത്രകൾ, അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ, UAE അദ്ദേഹം നടത്തിയ സന്ദർശനം, ഇതൊക്കെ ലോകത്തെ മുഴുവൻ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് എന്ന് പറയാതെ വയ്യ. ഫ്രാൻസിസ് പാപ്പ സന്തോഷത്തിൻ്റെ അനുഭവം നമുക്കെല്ലാവർക്കും നൽകുന്ന മാർപ്പാപ്പയാണ്. ഫ്രാൻസിസ് പാപ്പായുടെ വളരെ പ്രശസ്തമായ ഒരു അപ്പസ്തോലിക ലേഖനമാണ് ആനന്ദിക്കുവിൻ, ആഹ്ലാദിക്കുവിൻ. അതിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം വിശുദ്ധിയുടെ 5 ലക്ഷണങ്ങൾ എന്നുള്ളതാണ്. വിശുദ്ധിയുടെ 5 ലക്ഷണങ്ങളിൽ അദ്ദേഹം ആദ്യമായിട്ട് പറയുന്നത് ഒരു ആന്തരികമായ ശക്തിയാണ്. വിശുദ്ധിയുള്ളവർക്ക് നല്ല ആന്തരികമായ കരുത്ത് കാണും, ക്ഷമ കാണും, ശാന്തത കാണും, അതുപോലെ ധീരത കാണും, ഉറച്ചു നിൽക്കാനുള്ള ശക്തി കാണും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തി, അതെല്ലാം ഒന്നാമത്തെ ലക്ഷണമാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്നത് നർമ്മബോധവും സന്തോഷവും, ആനന്ദവും നർമ്മബോധവുമാണ്. തമാശ പറയാനുള്ള കഴിവ് വിശുദ്ധിയുടെ അടയാളമാണ്. നമ്മളൊക്കെ വീടുകളിൽ തമാശകൾ പറയാറുണ്ടോ? ഇല്ലെങ്കിൽ ശീലിച്ചു നോക്കൂ. തീർച്ചയായിട്ടും കുറച്ചും കൂടെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും, ജീവിതം ആസ്വദിക്കാൻ പറ്റും. ആനന്ദവും നർമ്മബോധവും. മൂന്നാമതായിട്ട് ഒരു പാഷനേറ്റ് ബോൾഡ്നെസ്, ആവേശകരമായ ഒരു ധീരതയോടെ സുവിശേഷം പറയാനും പ്രഘോഷിക്കാനും ഒക്കെയുള്ള ഒരു മനസ്സ്, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ആവേശവും വേണം, ധൈര്യവും വേണം, ഉറച്ചു നിന്ന് സുവിശേഷം പറയാനുള്ള ഒരു മനസ്സ്. നാലാമതായിട്ട് നല്ല ആരോഗ്യമുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം, ധ്യാനാത്മകമായൊരു പ്രാർത്ഥനാ ജീവിതം. 5 സമൂഹ ജീവിതം, കുടുംബത്തിലും സമൂഹത്തിലും ആരോഗ്യകരമായിട്ട് ജീവിക്കാനുള്ള കഴിവ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വിശുദ്ധിയുടെ 5 ലക്ഷണങ്ങളായിട്ട് അദ്ദേഹം പറഞ്ഞു വയ്ക്കുക. എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ തമാശ പറയാനുള്ള കഴിവ് വിശുദ്ധിയുടെ ലക്ഷണമാണെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം നമ്മുടെ ജീവിതങ്ങളെ കുറച്ചുകൂടെ ലഘുവാക്കി മാറ്റുകയാണ്. ഭാരപ്പെടുത്തുന്ന ഒന്നല്ല വിശ്വാസം, വളരെ ലഘുവാണ്. നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണ് വിശ്വാസം. കുരിശിലെ ഈശോ നമ്മളെ പേടിപ്പിക്കുന്നവനല്ലല്ലോ, നമ്മളെ ശക്തിപ്പെടുത്തുന്നവനാണ്. നിങ്ങളുടെ ജീവിതത്തിലെ കുരിശുകളെ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ ലോകാവസാനം വരെ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്ന കർത്താവിനെയാണ് സുവിശേഷങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആ ഈശോയെ സന്തോഷപൂർവ്വം അർജൻറ്റീനയിൽ നിന്നുള്ള ഈ മാർപ്പാപ്പ നമ്മുടെ മുമ്പിൽ നിരന്തരം കൊണ്ടുവരുന്നു. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ എല്ലാം അദ്ദേഹത്തെ നമുക്ക് സ്നേഹിക്കാം, അദ്ദേഹത്തെ നമുക്ക് അനുസരിക്കാം. അദ്ദേഹത്തിലൂടെ സഭ കൂടുതൽ വളർച്ച നേടട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യാം.